പീതാംബരൻ നമുക്കൊപ്പമുണ്ട്. അർജുൻ, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് 3 പോർ വിമാനങ്ങൾ തകർത്തിരിക്കുന്നു. ഇന്ത്യയുടെ നാവികസേന അനങ്ങി തുടങ്ങിയിരിക്കുന്നു. റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. എന്താണ് നിലവിലെ സാഹചര്യം? പ്രധാനമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ചർച്ചകളിലാണോ എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, പറയൂ. ദിവിഷ്, പലതരത്തിലുള്ള ചർച്ചകൾ രാജ്യത്താകമാനം നടക്കുന്നുണ്ട്. ഇതിനോടകം രാജസ്ഥാനിൽ പലയിടത്തും ഈ ഷെല്ലാക്രമണവും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണവും നടന്നിരിക്കുന്നു. അതിന് പിന്നാലെ ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ഏറ്റവും പുതിയതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി കയ്യിലുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും ഏതൊക്കെ മേഖലകളെ ഏതൊക്കെ സ്ഥലങ്ങളെ ലക്ഷ്യമിട്ടു എന്നുള്ളത്. പാകിസ്ഥാന്റെ ഡ്രോണുകൾ ലക്ഷ്യമിട്ടത് പത്താൻകോട്ട് വ്യോമതാവളം, ഉദ്ധംപൂർ വ്യോമത്താവളം, അതുപോലെ തന്നെ ജമ്മു വിമാനത്താവളം. ഈ 3 ഇടങ്ങളെയാണ് ഏറ്റവും അധികം പാകിസ്ഥാന്റെ ഡ്രോണുകൾ കൂട്ടത്തോടെ എത്തി ലക്ഷ്യമിട്ടത്. അതിനപ്പുറത്തേക്ക് ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ S-400 ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. 8 മിസൈലുകൾ എത്തി. ഈ 8 മിസൈലുകൾ എത്തിയത് ജമ്മു കാശ്മീരിനെ തന്നെ സത്വാരി, സാംബ, ആർഎസ്പുര, സാമിയ ഈ 4 മേഖലകളെ ലക്ഷ്യമിട്ടാണ്. ഈ 4 മേഖലകളെ ലക്ഷ്യമിട്ടെത്തിയ 8 മിസൈലുകളും ഇന്ത്യക്ക് തകർക്കാൻ സാധിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് മേലെ പ്രഹരമേൽപ്പിക്കാമെന്ന് കരുതി നടത്തിയ ആക്രമണങ്ങളെയെല്ലാം ശ്രമങ്ങളെയെല്ലാം ഇന്ത്യ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തിരിക്കുന്നു. ഇപ്പോഴും അതീവ ജാഗ്രതയിൽ തന്നെയാണ് രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാവികസേന കടത്തിലിറങ്ങിയിട്ടുണ്ട്. നാവികസേനയുടെ മൂവ്മെന്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ ഈ ആക്രമണ ശ്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും കൃത്യമായി പ്രത്യക്ഷമായി യുദ്ധത്തിലേക്ക് എന്ന് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം പോലുമുണ്ട്. വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ ഇന്ത്യക്ക് സൈനിക നടപടിയിലേക്ക് പോകാവുന്ന സ്ഥിതിയാണ്. കാരണം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചാണ്. അവിടുത്തെ ഒരു സാധാരണക്കാരുടെയും ജീവൻ പൊലിയരുത് എന്ന കൃത്യതയോടുകൂടിയാണ് നമ്മൾ ആക്രമണം നടത്തിയത്. പാകിസ്ഥാന്റെ ഭീകരവാദികൾക്ക് പാകിസ്ഥാനിലെ സൈന്യം അകമ്പടി സേവിക്കുന്നത് നമ്മൾ കണ്ടതാണ്, സല്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ആ സ്ഥാനത്താണ് ഇന്ത്യയിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റ്സിനെ, ഇന്ത്യയിലെ സാധാരണക്കാർ ഇടപഴകുന്ന നമ്മുടെ വിമാനത്താവളങ്ങൾ അടക്കമുള്ള അല്ലെങ്കിൽ സർവകലാശാല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ ഈ കടന്നു കയറാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിന് തിരിച്ചടി കനത്ത നിലയിലായി പോകും. പാകിസ്ഥാനെ സംബന്ധിച്ച നിലവിലെ അവസ്ഥയിൽ അവർക്ക് താങ്ങാൻ പോലും കഴിയുമോ എന്നറിയില്ല. അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ നാഷണൽ അസംബ്ലിയിൽ നിന്ന് കരയുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണമേ, നമ്മുടെയിലും കുറ്റക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞ് കരയുന്നത് കണ്ടതാണ്. ആ കരച്ചില് പോലും ഒരു ആത്മാർത്ഥതയുടെ കണികയില്ലേ എന്ന് തോന്നുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്നും ഈ പ്രകോപനം നടത്തുന്ന അവിടുത്തെ സൈന്യവും സർക്കാരും ഒക്കെ തമ്മിൽ എന്തെങ്കിലും ഏകോപനമുണ്ടോ എന്ന് പോലും അറിയില്ല. ബലൂചിസ്ഥാനിലെ വിഘടനവാദം അതിശക്തമായി നിൽക്കുമ്പോൾ ആ രാജ്യം തന്നെ ആഭ്യന്തര സംഘർഷത്തിൽ ഉലയുകയാണ്. അതിനെയൊക്കെ മറികടക്കാൻ സൈന്യത്തിന് നഷ്ടപ്പെട്ട ജനപ്രീതി പിടിച്ചു നിർത്താനൊക്കെ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇന്നൊരു സുഹൃത്ത്, പാകിസ്ഥാനിലെ ഒരു സുഹൃത്ത് പറഞ്ഞതായി എന്നോട് പറഞ്ഞത്, അവിടുത്തെ വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനും അവിടുത്തെ പാകിസ്ഥാൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ 70% വരുന്നത് ഒരു തരത്തിലും പുരോഗമന ചിന്തയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം വേണ്ട രീതിയിലോ കിട്ടാത്ത മനുഷ്യരാണ്. അവരൊക്കെ ഇന്ത്യക്കെതിരെ യുദ്ധം എന്ന് പറഞ്ഞത് അതാ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സൈന്യത്തിനൊപ്പം നിൽക്കുമെന്നാണ്. അതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധം എന്നുള്ള തരത്തിലേക്ക് പോയിരിക്കുന്നു, ഒരു ഓൾ ഔട്ട് വാർ എന്ന തരത്തിലേക്ക് പോയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ തന്നെ കരസേനയും വ്യോമസേനയും നാവികസേനയും കളത്തിലിറങ്ങിയിരിക്കുന്നു. ഈ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജമ്മുവിൽ നിന്നും പറന്നുയർന്ന 2 പോർ വിമാനങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളെ തകർത്തിരിക്കുന്നത്, അതായത് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. അതിൽ 2 JF-17 വിമാനങ്ങളുടെ ചൈനീസ് നിർമ്മിത JF-17 വിമാനങ്ങൾ തകർന്നു എന്നുള്ള കാര്യം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ, സൈനിക വൃത്തങ്ങൾ ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുന്ന കാര്യമാണ്. F-16 കാര്യത്തിൽ ഇതുവരെയും സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. കാര്യം അത്തരത്തിലുള്ള സ്ഥിരീകരണത്തിലേക്ക് F-16 കാര്യത്തിൽ പാകിസ്ഥാൻ പോകില്ല എന്നുള്ളതാണ്. നിലവിൽ ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം BSFും ജാഗ്രതയിലാണ്. ഏതൊരു അടിയന്തര ഘട്ടത്തിലെയും അവർ എടുത്തു ചാടൽ അല്ലെങ്കിൽ തയ്യാറായി നിൽക്കുകയാണ് BSF ഈ ഒരു ഘട്ടത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഒപ്പം തന്നെ അല്പം മുൻപാണ് ഈ IPL മത്സരം നിർത്തിവെച്ചതായിട്ടുള്ള വിവരങ്ങൾ വന്നത്. അതായത് ഹിമാചൽ പ്രദേശിലെ ധരംശാലയിൽ നടക്കുന്ന ഡൽഹി പഞ്ചാബ് മത്സരമാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായതിന് പിന്നാലെ നിർത്തിയിരിക്കുന്നത്. അവിടെ കാണികൾക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി സ്റ്റേഡിയത്തിന്റെ എമർജൻസി ഗേറ്റ് തുറന്നിരിക്കുന്നു എന്നുള്ള ഒരു നിർദ്ദേശമാണ്, ഒരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ഓൾ ഔട്ട് വാർ എന്നുള്ള തരത്തിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്തിയിരിക്കുന്നു. ആൾനാശം കൂടി ഇനി കൂടുതലായി സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ ഇപ്പോൾ കാണുന്നതിലും ഇരട്ടി പ്രഹരം ഇന്ത്യ പാകിസ്ഥാനും മീതെ വർഷിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 2 യുദ്ധവിമാനങ്ങൾ ജമ്മുവിൽ നിന്നും പറന്നുയർന്നത് പാകിസ്ഥാന്റെ 3 ഫൈറ്റർ ജെറ്റുകളെയാണ്, പോർ വിമാനങ്ങളെയാണ് വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്നത്. അതിൽ 2 എണ്ണം ചൈനീസ് നിർമ്മിത JF-17 ആണ്, ഒരെണ്ണം അമേരിക്കൻ നിർമ്മിത 5th ജെൻ
F-16 പോർ വിമാനമാണ് എന്നുള്ളതും വളരെയധികം പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നാവികസേനയും മൂവ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ജയ്സാൽമീർ മേഖലയിലും ജമ്മുവിന് പുറമെയാണ് ഞാൻ പറയുന്നത്, ഉദ്ധംപൂരിലും ജയ്സാൽമീറിലും അടക്കം കനത്ത ഷെല്ലിംഗ്, ആർട്ടിലറി ഫയറിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുമുണ്ട്. അതിന് നമ്മുടെ കരസേന തക്കതായിട്ടുള്ള വളരെ ഉചിതമായിട്ടുള്ള മറുപടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. മാത്രമല്ല ജയ്സാൽമീറിലടക്കം ഈ ബ്ലാക്ക് ഔട്ട് അത് നാളെ പുലർച്ചെ 4 മണി വരെ തുടരുമെന്നുള്ളൊരു വിവരം കൂടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഈ നിലവിൽ വന്ന ഈ ഡ്രോണുകളെല്ലാം ഇന്ത്യ വെടിവെച്ചിട്ടിട്ടുണ്ട്. 8 മിസൈലുകൾ അത് വെടിവെച്ചിട്ടിട്ടുണ്ട്. കൂടുതൽ ഡ്രോണുകൾ വന്നതായിട്ടുള്ള വിവരങ്ങളില്ല. ഇന്ത്യൻ അതിർത്തി കടന്നു എന്നാണ് ഈ പോർ വിമാനങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. പാകിസ്ഥാന്റെ F-16ഉം JF-17 വിമാനങ്ങളും ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന് പിറകെ പോയിട്ടുള്ള വിമാനങ്ങളാണ്, നമ്മുടെ പോർ വിമാനങ്ങളാണ് ഈ പാകിസ്ഥാന്റെ വിമാനങ്ങളെ തകർത്തിട്ടിരിക്കുന്നത് എന്നും പറയുന്നു. മറ്റു ഡ്രോണുകളോ ഒന്നും തന്നെ പാകിസ്ഥാൻ ഇപ്പോൾ വിക്ഷേപിച്ചതായിട്ടുള്ള സ്ഥിരീകരിച്ചതോ മറ്റു വിവരങ്ങളോ ഇതുവരെയും ലഭിച്ചിട്ടില്ല. എന്തായാലും അത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ കൂടുതൽ കടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.